ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ ഒരു കാര്യം ചെയ്, അവള് കുടിച്ചതിന്റെ ബാക്കി ചായയായി ഇരിക്കുന്നെ. സുകുമാരി ഒന്ന് അതെടുത്ത് കുടിച്ചൊന്ന് കാണിക്ക്. ഞാനെന്തിനാ അത് കുടിക്കുന്നേ? എനിക്ക് ഗർഭമൊന്നുമില്ല. കാത്തു നിൽക്കുന്നുണ്ടോ? അയ്യോ, പോടാ. വന്നിട്ട് എല്ലാത്തിനും കൂടെ ഉണ്ടല്ലോ, മാറിയിട്ട് ഞാൻ കത്തിക്കും. പോടാ, ഇങ്ങോട്ട് വാ. പോവാൻ നോക്കടാ. കേറ് വരൻ വണ്ടിയില്. കേറ്. വാ വരൻ, പോവാം വാ. അയ്യോ, പിന്നെ പൊയ്ക്കോ പൊയ്ക്കോ. ഈ പോക്ക് കൊണ്ടേ വലിയ പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. സുകുമാരി ഒന്ന് നിന്നെ. ഓ, എന്താണാവോ? സുകുമാരി, ഈ വീടിനകത്ത് സുകുമാരി ചവിട്ടിക്കുത്തി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. സുകുമാരിയുടെ ഭാവം കണ്ട ഇത് സുകുമാരിയുടെ വീടാണെന്നാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. പക്ഷേ ഇതെന്റെ വീട്. ഓ, മനസ്സിലായി. വീടിന്റെ അവകാശ പ്രശ്നം പറഞ്ഞ് അഭിമാന പ്രശ്നം തോന്നി ഞാൻ ഇവിടുന്ന് അങ്ങ് ഇറങ്ങണം. അപ്പൊ ഗർഭിണിയായിരിക്കുന്ന എന്റെ കൊച്ചുമോളെ നിങ്ങൾക്ക് ദ്രോഹിക്കാം. പണ്ടത്തെ പോലെ ഇവിടുന്ന് പറഞ്ഞും വിടാം. അതല്ലേ ഉദ്ദേശം? ആ കണക്കുകളൊക്കെ അവിടെ തൽക്കാലം നിക്കട്ടെ. കുറച്ചു മുമ്പ് രാധിക മോളൊരു ചായ കുടിച്ചല്ലോ. ആ ചായ കുടിച്ചിട്ട് ചുണ്ടും വായും ഒക്കെ പൊള്ളി എന്ന് പറഞ്ഞ അതിലെരിവുണ്ടായിരുന്നു എന്നർത്ഥം. അത് ഈ കൂട്ടത്തിൽ ആരാ ചെയ്തത്? എനിക്കറിയില്ല. പക്ഷേ എനിക്കതറിഞ്ഞേ പറ്റൂ. അതിന് കൃത്യമായ ഉത്തരം കിട്ടാതെ ഞാൻ സമ്മതിച്ചു തരില്ല. ചായയിൽ എരിവ് കലർത്തുക എന്നത് ഒരു നിസാര അടുക്കളക്കാരിയോ? ഛേ, ഞാൻ അതങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും സുകുമാരി എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നത് പോലീസിന്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ. ഞാൻ കുറച്ച് വനിതാ പോലീസുകാരോട് വരാൻ പറയാം. അവര് വന്ന് ഇവിടെയുള്ള പെണ്ണുങ്ങളെ എല്ലാം ഒന്ന് ചോദ്യം ചെയ്യട്ടെ. അപ്പൊ അതിന് ഉത്തരം കിട്ടും. എന്താ സുകുമാരി, വിളിക്കട്ടെ ഞാൻ? അതെന്തിനാ ഇപ്പൊ പോലീസുകാരെ വിളിക്കുന്നേ? പോലീസുകാരുടെ ആവശ്യമൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. എന്നാലേ എന്താ സംഭവിച്ചെന്ന് സുകുമാരി തന്നെ പറ. ഞാൻ പ്രിയങ്കമോളുടെ ഗർഭകാല ചികിത്സയ്ക്ക് വേണ്ടി കുറെ മരുന്നുകൾ കൂട്ടി വെച്ചിരുന്നതാ. അത് എടുത്തുകൊണ്ട് പോയി കൊടുത്തത് പത്മിനിയാ. കയ്യിൽ കിട്ടിയ സാധനം എന്താണെന്ന് പോലും നോക്കാതെ ഒരാൾ നേരെ അങ്ങ് വായിക്കകത്തേക്ക് ഒഴിക്കൂ. ചായയില് മുളകുപൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് എന്തുകൂട്ടാ കൊച്ചുമോൾക്ക് കൊടുക്കുന്നത്? എനിക്കൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഗർഭിണികൾക്ക് കൊടുക്കാറുള്ള മരുന്ന് ഞാനും കുറെ കണ്ടിട്ടുള്ളതാ. അതെ, മരുന്നാണെന്ന് പറഞ്ഞാ മരുന്നാണെന്ന് തന്നെ അർത്ഥം. തൊണ്ടയും വായും ഒന്നും പൊള്ളില്ല, ഒരാൾക്ക് ഒന്നും പറ്റുകയില്ല. പിന്നെ രാധിക കാണിച്ചത് അല്ലെങ്കിലും അവൾക്ക് നിങ്ങളുടെ മുമ്പിലേ ഒരു പാവം ചമയലൊക്കെ ഉണ്ടല്ലോ. മുത്തശ്ശിയും വരുണും ഒക്കെ എന്താ പറ്റിയെന്ന് ചോദിച്ചങ്ങ് നിക്കല്ലേ. അതുകൊണ്ടാ അവൾ അങ്ങനെ പറഞ്ഞേ. അവൾക്കറിയാം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊള്ളുവെന്ന്. അവള് കാണിച്ച ആർത്തിക്ക് ഉത്തരം പറയേണ്ടതേ ഞാനല്ല. അപ്പോ ആ മരുന്ന് കുടിച്ചാ ഒരാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല എന്ന് പറഞ്ഞാ ഇല്ല. എന്നാ ഒരു കാര്യം ചെയ്,
അവള് കുടിച്ചതിന്റെ ബാക്കി ചായയായി ഇരിക്കുന്നെ. സുകുമാരി ഒന്ന് അതെടുത്ത് കുടിച്ചൊന്ന് കാണിക്ക്. അബ്- ഞാനെന്തിനാ അത് കുടിക്കുന്നേ? എനിക്ക് ഗർഭമൊന്നുമില്ല. ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞത് സുകുമാരിയാ. അപ്പൊ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സുകുമാരിക്കാ. ദേ ഇത് കുടിക്ക് സുകുമാരി. ആ, കുടിക്ക് സുകുമാരി. കുടിക്കാൻ. ആ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. എന്താ മുത്തശ്ശി? സുകുമാരി ചെയ്ത ഈ കാര്യത്തില് നിങ്ങൾക്ക് പങ്കൊന്നും ഇല്ലല്ലോ. ആ, അയ്യോ ഇല്ല മുത്തശ്ശി, ഞങ്ങൾക്ക് ഈ കാര്യം അറിയേയില്ല. അയ്യോ, ആ എങ്കിലേ കുടിച്ചാൽ ഒന്നും പറ്റാത്ത ഈ മരുന്ന് നമുക്ക് സുകുമാരിയെ കൊണ്ട് കുടിപ്പിക്കാം. ആ, ആ, രണ്ടുപേരും കൂടി സുകുമാരി ഒന്ന് പിടിച്ചിരുത്തിയേ. ദേ, ദേ, എന്റെ ദേഹത്തെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിലേ നിങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ? ആ, അഥവാ സുകുമാരിയെ പിടിച്ചിരുത്താൻ നിങ്ങൾ മടിച്ച സുകുമാരിയുടെ കൂടെ ഈ കാര്യത്തിന് നിങ്ങളും ചേർന്നിട്ടുണ്ടെന്നാ. ആം, എങ്കി പിന്നെ അറിയാലോ, വരുണിന്റെ അധികം തിരിച്ചു വരുമ്പോഴേക്കും ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും പുറത്താ. ആ, അയ്യോ വേണ്ട മുത്തശ്ശി. എന്നാ പിന്നെ പിടിച്ചിരുത്ത്. സുമാരി ദേ, കൽപ്പന, ഉർവശി, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കല്ലേ. പിടിച്ചിരുത്താൻ പറഞ്ഞില്ലേടി. അവിടെ ഇരിക്ക്. സുകുമാരി അടങ്ങിയിരിക്കെ. ആ സുകുമാരി ഇതങ്ങ് കുടിച്ചോ, അല്ലാതെ ഇവര് നിങ്ങളെ വിടില്ല. കാരണം അവർക്ക് ഇവിടെ ജീവിക്കണമല്ലോ. കുടിക്ക്. ആ അടങ്ങിയിരിക്കും. ആ കുടിക്കങ്ങോട്ട്. കുടിക്കാനല്ലേ പറഞ്ഞത്? ആ വാ തുറക്ക് സുഖം. അങ്ങനെ കുടിക്ക്. കുടിക്ക്. തുപ്പിക്കളയല്ലേ. കുടിക്ക്. ആ കുടിച്ചല്ലോ. ഇനി കുറച്ചു നേരം ഒന്നും പറ്റാതെ എന്റെ മുമ്പിൽ അങ്ങിരുന്നാ മതി.